പഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ ഇന്ത്യ പാക് ബന്ധം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള വ്യോമാഭ്യാസം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. ഓപ്പറേഷൻ ആക്രമൺ എന്ന പേരിട്ടിരിക്കുന്ന വ്യോമാഭ്യാസത്തിൽ റഫാൽ യുദ്ധവിമാനങ്ങളും സുഖോയ് 30 യുദ്ധവിമാനങ്ങളുമാണ് പങ്കെടുക്കുന്നത്. അംബാല, ഹഷിമാര എയർബേസുകളിൽ നിന്നാണ് റഫാൽ യുദ്ധവിമാനങ്ങൾ എത്തിയത്. വ്യോമസേനയുടെ ഈ അഭ്യാസത്തിൽ സേന സങ്കീർണമായ സാഹചര്യങ്ങളിൽ നടത്തുന്ന കരയാക്രമണം, ഇലക്ട്രോണിക് വാർഫെയർ തുടങ്ങിയവയിലെ ശേഷികൾ പരിശോധിക്കുകയും പ്രദർശിപ്പിക്കുകയും ചെയ്തു. പർവ്വത പ്രദേശങ്ങളിലും സമതല പ്രദേശങ്ങളിലും നടത്തുന്ന കരയാക്രമണങ്ങളുടെ വിവിധ രീതികൾ സേന പ്രദർശിപ്പിച്ചു. പരിചയസമ്പന്നരായ വ്യോമസേന പരിശീലകരുടെ നേതൃത്വത്തിലാണ് വ്യോമാഭ്യാസം നടത്തുന്നത്. മെറ്റിയോർ, റാംപേജ് ആൻഡ് റോക്സ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളും വ്യോമാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റഫാൽ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ഇവ. ഇപ്പോൾ വ്യോമാഭ്യാസം നടത്തുന്നതിന് കാരണം സേന വ്യക്തമാക്കിയിട്ടില്ല. 2019 പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ അതിർത്തി കടന്നുചെന്ന് ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യ ബോംബിട്ട് തകർത്തിരുന്നു. മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് അന്ന് വ്യോമസേന ആക്രമണം നടത്തിയത്. അന്നത്തെ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ റഫാൽ വിമാനങ്ങൾ സ്വന്തമാക്കുന്നത്. റഫാലിന് നിലവിൽ പാക് വ്യോമസേനയ്ക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശേഷി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നൽകുമെന്നാണ് വിലയിരുത്തുന്നത്. ഇതിനു പുറമെ പാകിസ്ഥാന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കാനും അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങൾ തടയാനും S-400 പ്രതിരോധ സംവിധാനങ്ങളുമുണ്ട്. 2019 അപേക്ഷിച്ച് ഇന്ത്യയുടെ ആക്രമണശേഷിയും പ്രതിരോധ ശേഷിയും വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വ്യോമാഭ്യാസം നടക്കുന്നത്.